ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ സുർബിയൻ റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ സുർബിയൻ റൈസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചെമ്പ് എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ചെമ്പ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരണം. ഇനി ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റി വരുന്ന സമയം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാപ്സിക്കവും തക്കാളിയും എടുത്തിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയും അതുപോലെ വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു. അത് 1-2 തക്കാളി എടുക്കുക. ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ നമ്മുടെ സവാള ഏകദേശം വാടി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ അടിച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ 1-2 തക്കാളി എടുക്കുക. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി, അല്ലെങ്കിൽ 2 തക്കാളി എടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് പോകുന്നത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിത് പേസ്റ്റ് ആക്കിയിട്ടില്ല, ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 ഉണങ്ങിയ നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഏകദേശം ഒരു 1 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. ചിക്കന് റൈസിലേക്ക് ആവുമ്പോൾ കുറച്ച് വലിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണെങ്കിൽ നല്ലതാണ്. ഇനി ചിക്കൻ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കപ്സയിലേക്കും മന്തിയിലേക്കൊക്കെ ആഡ് ചെയ്യുന്നത് പോലെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, അത് നിർബന്ധമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി അധികം വേണ്ട, നമ്മൾ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യുന്ന അത്ര വേണ്ട. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതി. അപ്പോൾ മഞ്ഞൾപ്പൊടി അധികം വേണ്ട, 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വരട്ടെ നമ്മുടെ ചിക്കനുമായിട്ട്. ഇനി ഇത് ഫ്രൈ എടുത്തിട്ടുള്ള സവാളയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവാനുള്ള
വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം വെള്ളം വേണ്ട. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഈ മസാലയുമായിട്ടൊക്കെ യോജിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരല്പം തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആവുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങി. ഇനി നമ്മൾ റൈസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ റൈസ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്നു. നമ്മുടെ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ബസ്മതി റൈസ്, വേവിച്ചെടുത്തിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇട്ടിട്ട് നമ്മുടെ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ നാരങ്ങ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉപ്പും അതുപോലെ നമ്മുടെ കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് വേവിച്ച് തിളപ്പിച്ച് ഊറ്റി വെച്ചതായിരുന്നു. ഈ റൈസിന് മുകളിൽ നമ്മൾ സുർബിയാൻ റൈസിൽ ചേർക്കാൻ പോകുന്നത് ഈ മുസംബീൻ്റെ തൊലിയാണ്. മുസംബീൻ്റെ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതുകൂടെ ചേർത്ത് കൊടുക്കുക മുകളിൽ. ഇപ്പോൾ സുർബിയാൻ റൈസിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മുസംബീൻ്റെ തൊലിയാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് ചേർക്കണം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്താണെങ്കിൽ ദം ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ഇനി കുറച്ച് മല്ലിയില, മല്ലിച്ചപ്പിൻ്റെ ഇല കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി, അധികം വേണ്ട. പിന്നെ നമ്മുടെ ഉണങ്ങിയ നാരങ്ങ കൂടെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ദം ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ ദം ചെയ്തതിന് ശേഷം നമ്മുടെ സുർബിയാൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്